വിജയണ്ണന്റെ മൂവി ഗോട്ട് മലയാളീസൊക്കെ കൂടി നെഗറ്റീവ് ഡീഗ്രേഡ് അടിച്ച് നശിപ്പിച്ച്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ദിവസം കൊണ്ട് 126 കോടി ക്ലബിൽ കയറിയിടാ ഇങ്ങനെ സിനിമ ഗോട്ട് വെങ്കിട്ട് പ്രഭു സംവിധാനം ചെയ്ത്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് 126 കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ട് ആരെ കൊണ്ട് പറ്റും? കുറെ എണ്ണം കരഞ്ഞ് മെഴുകുന്നുണ്ട്. പടം പോരാ, വെങ്കിട്ട് പ്രഭു സംവിധാനം ചെയ്ത പോരാ, വിജയണ്ണന്റെ അഭിനയം പോരാ, അതാണ് ചക്കയാണ്. പിന്നെ ഏറ്റവും നാറിന്ന് പറയാം അശ്വന്ത് കൊക്ക്. അവൻ ഒറ്റൊരുത്തൻ കാരണമാണ് എൻ്റെ വിജയണ്ണന്റെ സിനിമ ഡീഗ്രേഡ് ആയിപ്പോയത്. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ആവൂലേനി. എങ്ങനെ അവന് തോന്നുന്നു ഈ മനുഷ്യന്റെ പടം ഡീഗ്രേഡ് ചെയ്യാൻ? നല്ല അഭിനയം, വിജയണ്ണൻ നല്ല അഭിനയം കാഴ്ചവെച്ച് അവന് നല്ല സിനിമകളെ നശിപ്പിക്കണം. അതാണ് ഇപ്പോൾ ചെയ്തത്. എൻ്റെ വിജയണ്ണൻ്റെ സിനിമ നല്ലതിൽ പോവുകയാണെങ്കിൽ അപ്പോൾ അവൻ കയറി ഇടങ്കോലിട്ട്. അവൻ ഒറ്റൊരുത്തൻ കാരണമാണ് ഈ സിനിമ ഇന്നെ ഡീഗ്രേഡ് വന്നത്. അല്ലെങ്കിൽ വേറൊന്നും സംഭവിക്കില്ലേ, അശ്വന്ത് കുക്ക് കാരണം. പിന്നെയും കുറേ മലയാളി യൂട്യൂബേഴ്സ് ഉണ്ട്, അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ എല്ലാവരും നെഗറ്റീവ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തട്ടും ഇങ്ങനെ ഒരു രോമത്തിന് ഏൽക്കാൻ പോകുന്നില്ല. എന്നെപ്പോലെ രസികന്മാരുണ്ടടെ മതി വിജയണ്ണ. പിന്നെ തമിഴ്നാട്ടിലുള്ള ഒരു റിവ്യൂവർ ഇത് നമുക്ക് കേട്ട് നോക്കാം പടത്തിനെ കുറിച്ച് പറയുന്നത്. நீங்களாம் நெகட்டிவிட்டி ஸ்ப்ரெட் பண்ணுறதுக்குனே பிறந்தவங்கடா. உங்களுக்கு 100% நீங்கள் உங்களுக்கு ஒரு செம்ம படம் அப்படின்னு எடுத்தா கூட அதில் என்ன குறை இருக்குது அப்படின்னு அப்படியே தேடிட்டு அப்படியே அடியில் கொடுப்பீங்க. அதெல்லாம் உங்களுக்கு திறமை இருந்துச்சுன்னா நீங்கள் ஏதாச்சும் படம் മതി അണ്ണാ മതി. എന്തായാലും സന്തോഷമായി. തമിഴ്നാട്ടിലുള്ളവർ എൻ്റെ വിജയണ്ണൻ്റെ പടം അടിപൊളിയാണ് പറഞ്ഞത്. അതാണ് തമിഴ്നാട്ടിലുള്ള മക്കൾക്ക് വിവരമുണ്ട്, കേരളത്തിലുള്ളവർക്ക് വിവരമില്ല. അതുകൊണ്ടാണ് മണ്ണും ചാണം തിരിച്ചറിയാത്തത്. എനിക്കൊന്നും പറയല്ലേ, ഞാൻ എന്തായാലും ഈ പടം ഒന്നും കൂടിയും കാണുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഞാൻ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയും. എന്തായാലും അടിപൊളി പടമാണ്. 80s കരഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ വിജയണ്ണ റെക്കോർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ റെക്കോർഡ് ഇവിടെ ഒരുത്തനായിട്ടില്ല.